പഹൽഗാമിലെ ഭീകരവാദി ആക്രമണത്തിന് ഭാരതത്തിൻ്റെ വക തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂർ. കാണ്ഡഹാർ വിമാനറാഞ്ചലിലെ നേതൃത്വം നൽകിയ ഭീകരവാദി ഉൾപ്പെടെ ഈയൊരു ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ഏതായാലും നമ്മോടൊപ്പം ഇപ്പോൾ ശൗര്യചക്ര മനേഷ് ഉണ്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ. മനേഷേട്ടാ, ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെ കാണുന്നു? ഇത് എപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ നമ്മളും പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം നമ്മുടെ രാജ്യം എപ്പോഴും ഏതൊരു യുദ്ധങ്ങളായാലും, കാരണം 5 യുദ്ധങ്ങളിൽ ഏർപ്പെട്ടപ്പോഴും ആ യുദ്ധങ്ങളിൽ ഇന്നുവരെ ഒരു അധിനിവേശ യുദ്ധം നമ്മുടെ രാജ്യം നടത്തിയിട്ടില്ല. കാരണം ഒരു രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ അധിനിവേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് ഒരു അധിനിവേശ യുദ്ധമല്ല നമ്മുടെ യുദ്ധം. നമ്മുടെ യുദ്ധം എന്നത് നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുള്ള അവരെ പ്രതിരോധിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിരോധ യുദ്ധമാണ് നമ്മൾ നടത്തിയിരുന്നത്. അതൊരു ധർമ്മയുദ്ധമായിരുന്നു. ഈ പ്രതിരോധ യുദ്ധം ഒരു ധർമ്മയുദ്ധവും തമ്മിലുള്ള വ്യത്യാസം എന്നത്, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് കുറേ തീവ്രവാദികൾ, പലതരത്തിലുള്ള തീവ്രവാദികളുടെ ആക്ടിവിറ്റീസ് പലതും നടന്നപ്പോഴും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മുടെ സൈനികർ ഇതുവരെ നിറവേറ്റിയിരുന്നത്. അതേപോലെ രാജ്യത്തിൻ്റെ അകത്ത് വന്ന ഒരു ശത്രു സൈനികരെ ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷ കാക്കുമെന്ന ഉത്തരവാദിത്തമാണ് സൈനികർ നിറവേറ്റിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് വല്ലാത്ത തരത്തിലുള്ളൊരു ഭീകരവാദ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുംബൈയിൽ നടന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിവിലിയൻസ് കൊല്ലപ്പെട്ട ഒരു ആക്രമണമായിരുന്നു. ഏകദേശം 264 ആൾക്കാരും കൊല്ലപ്പെട്ടു. സാധാരണക്കാരായ ജനങ്ങൾ, അതിൽ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. അതിന് നേതൃത്വം നൽകിയ ലഷ്കർ എ തോയ്ബയുടെ പാകിസ്ഥാന് ഹഫീസ് സയ്യിദ്. ആ ലഷ്കർ എ തോയ്ബയുടെ അതിന് നേതൃത്വം നൽകിയ ഹഫീസ് സയ്യിദിന് പാകിസ്ഥാൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്നത് അതിൻ്റെ ഭരണാധികാരികൾക്ക് പോലും കൊടുക്കാത്ത ഒരുതരം പ്രൊട്ടക്ഷനോട് കൂടിയാണ് പാകിസ്ഥാൻ ഹഫീസ് സയ്യിദിനെ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യം ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണക്കാരെ ജനങ്ങൾക്കെതിരെയല്ല, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ മുന്നിലല്ല നമ്മളുള്ളത്. പക്ഷേ തീർച്ചയായും ഭീകരവാദം എവിടെയുണ്ടോ അവിടെ നമ്മൾ ഇല്ലാതാക്കും. പാകിസ്ഥാൻ്റെ അകത്തളങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാലും ചുൻകർ മറയുക എന്നാണ് പറഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ എല്ലാവരും പറഞ്ഞത് ചുൻകർ മറയുക. നിങ്ങൾ എവിടെ ഒളിച്ചു കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തളങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തേടി വരും. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ 9 സ്ഥലങ്ങളിൽ ഈ ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിൽ നമ്മൾ നടത്തിയ ആക്രമണം. അത് എവിടെയും ഇനി എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. കാരണം ഈ രാജ്യത്തിൻ്റെ അകത്ത് വന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇല്ലാതാക്കും. ചുൻകർ മറയുക. ഇപ്പോൾ അതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അല്പസമയം മുമ്പ് പുറത്തു വന്നു. ഈ കാണ്ഡഹാർ വിമാന റാഞ്ചലിൽ നേതൃത്വം നൽകിയ ഈ ഹാഫിസ് സയ്യിദിൻ്റെ ഒക്കെ അടുത്ത കൂട്ടാളിയായ ഒരാൾ തന്നെ കൊല്ലപ്പെട്ടു എന്ന്. അതെ, അതിന് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്തളങ്ങളിൽ ഈ കോൺമൻ ഹെറ്റ്ലി, അതേപോലെ നമ്മുടെ അജ്മൽ കസബ്, ഇവരൊക്കെ ട്രെയിനിങ് ചെയ്ത ആ ട്രെയിനിങ് സെൻറ്ററാണ് പാകിസ്ഥാനിലുള്ളൊരു ട്രെയിനിങ് സെൻറ്ററിലാണ് ആക്രമണം നടന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ തരങ്ങളിലും ഇപ്പം ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവായ ഹഫീസ് സയ്യിദിൻ്റെ കൂട്ടാളികൾ ഒരു 14 പേരെ അടക്കം വധിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം അതിന് കൃത്യമായ ഒരു കണക്ക് വന്നിട്ടില്ല. ഏകദേശം പാകിസ്ഥാൻ പോലും പറയുന്നത് 22 തരങ്ങളിൽ അറ്റാക്ക് നടത്തി. ഞങ്ങൾ പക്ഷേ സ്ഥിരീകരിച്ചത് 9 സ്ഥലങ്ങളിലാണ്. പക്ഷേ അത്രമാത്രം ഭയാജനകമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ അത് ഉത്തരവാദിത്തപ്പെട്ടവൾ എവിടെയെങ്കിലും ഏത് സ്ഥലത്തായാലും നമ്മളത് നടത്തിയിരിക്കും. അത് ഇതിൻ്റെ ഇത്തരത്തിൽപ്പെട്ട ആക്രമണത്തിൽ നേതൃത്വം നൽകിയ ഒരാളാണെങ്കിൽ അത് നമ്മൾ നടത്തും. പക്ഷേ അവിടെ ഏറ്റവും വലിയ വിജയമെന്നത് ഇതുവരെ ഒരു സാധാരണക്കാരായ ഒരാൾ, പാകിസ്ഥാൻ പോലും പറയുന്നത് ഇല്ലാത്ത സ്ഥിരീകരണം പറയുന്നത് അവിടെ കുട്ടികളടക്കം മരണപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും പറയുന്നു അവർക്ക് പോലും ഒരു ഉറപ്പില്ല. പക്ഷേ നമ്മളെ രാജ്യം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മളെ ആരാണോ ഈ സാധാരണക്കാരായ ഒരാൾ 5 ദിവസം മാത്രം കല്യാണം കഴിച്ചിട്ടുള്ള നേവി ഓഫീസറുടെ വൈഫ്, അദ്ദേഹത്തിൻ്റെ നമ്മുടെ പ്രധാനമന്ത്രി പോലും പറഞ്ഞിരിക്കുന്നത് ആ വൈഫ് അവരുടെ സിന്ദൂരത്തിന് ബദലി നമ്മൾ കൊടുക്കുന്നു. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ആ സിന്ദൂർ എന്ന രീതിയിൽ അതിൻ്റെ ഈ ഓപ്പറേഷൻ നടത്തിയപ്പോഴും ആ സിന്ദൂറിൻ്റെ തിലകക്കുലി ചാർത്തിയ 2 വനിതാ ഓഫീസേഴ്സാണ് ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഗട്സ്, അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പവർ. ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു ഭീകരവാദ പ്രവർത്തനം നടത്തി ഈ ഭാരതത്തെ ആക്രമിക്കാൻ ഈ ആളുകളെ ഇറക്കി വിടുന്ന ഒരു പരിപാടി ഈ ഒരു സംഭവത്തോടുകൂടി കുറച്ചെങ്കിലും പാകിസ്ഥാൻ കുറയ്ക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അത് പാകിസ്ഥാൻ ഇനി കുറക്കാൻ എന്താണ് ഇരിക്കുന്നത്? പാകിസ്ഥാനിലിപ്പോൾ അവിടുത്തെ ഒരു മിനിസ്റ്ററോട് പോലും അവിടുത്തെ അവിടുത്തെ ഒരു മാധ്യമങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ തിരിച്ച്
തിരിച്ച് ഈ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുമായിട്ട് ആക്രമണം ഉണ്ടായാൽ നിങ്ങൾ ആ ഗോതയിലേക്ക് തിരിച്ച് ഒരു സൈനിക വേഷത്തിലേക്ക് നിങ്ങൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനെന്തിനാണ് വരുന്നത്, ഞാൻ ലണ്ടനിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തിരിച്ച് നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉശിരുള്ള ഈ രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാവരും പറയും ഞാൻ വരും, അതിർത്തി ഞാൻ കാക്കും, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തെ ഞാൻ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം. അതാണ് യഥാർത്ഥ ജനാധിപത്യം. ഇത് ജനാധിപത്യമല്ല, പാകിസ്ഥാൻ നടക്കുന്ന ഒരു ഭീകരവാദിത്വമാണ്. ആ ഭീകരവാദിത്വത്തെ ഇത് കണ്ടുകൊണ്ട് അവർ മന്ത്രി പോലും ഭയന്നുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അവിടെ ഏത് തന്നെ അവസ്ഥ വന്നു കഴിഞ്ഞാലും നമ്മളതിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം വേറൊന്ന് വെച്ചാൽ ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു രാജ്യം യുദ്ധസന്നാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യം എല്ലാം സമ്പന്നാവസ്ഥയിലായിരിക്കും. പ്രത്യേകിച്ച് ആ രാജ്യത്തിൻ്റെ മറ്റുള്ള തരത്തിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻസ്, മറ്റുള്ള രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഭക്ഷ്യ സാധനങ്ങൾ പോലും ക്രമാതീതമായിട്ട് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ രാജ്യത്തെ എല്ലാ റൊട്ടേനായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ആരും തന്നെ ഒരു യുദ്ധസന്നാഹമായി കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞിട്ട് നടത്തുമ്പോൾ അതിനും നമ്മൾ സജ്ജമാണ്. പക്ഷെ അതാരും മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു യുദ്ധാവസ്ഥയിലാണ് എന്ന് തന്നെ നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഒരു 20 മിനിറ്റ് നടന്ന ഒരു ഓപ്പറേഷൻ, 25 മിനിറ്റ് നടന്ന പുലർച്ചെ 1:05 തുടങ്ങിയിട്ട് ഒരു 1:30 ഇത് അവസാനിച്ചത് പുലർച്ചെ. ഈ സമയത്ത് പോലും നമ്മളാരും അറിയില്ല. ഇത് നമ്മളാരും അറിയുന്നില്ല. പിന്നെ അത് അറിഞ്ഞതിന് ശേഷവും നമ്മളത് മനസ്സിലാക്കും. പക്ഷേ നമ്മുടെ രാജ്യം ഇപ്പോഴും ആ രീതിയിലേക്ക് തോന്നും. അതാണ് നമ്മുടെ രാജ്യം. ആ ഒരു പവറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങളിലടക്കം അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലടക്കം എല്ലാവരും പറഞ്ഞു ഇപ്പോഴും യുദ്ധം നടന്നു, വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത് എന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്തെ എല്ലാ റൊട്ടേനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെയാണ് വിജയം. അപ്പോൾ അവിടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, യുദ്ധമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്തിനകത്ത് വന്ന തീവ്രവാദിത്വത്തിനെതിരെയാണ്. ഈ തീവ്രവാദികൾ എവിടെയുണ്ടായാലും, അത് പാകിസ്ഥാനിലുണ്ടായാലും ശരി, പാകിസ്ഥാൻ്റെ ഏത് കോണിലുണ്ടായാലും ശരി, അവിടെ കയറിയിട്ട് ഞങ്ങളത് പ്രവർത്തിക്കും, നമ്മളത് ചെയ്യും എന്ന രീതിയിലേക്കുള്ള കാണിച്ചു കൊടുത്തതിൻ്റെ ഉദാഹരണമാണ്. ഇനിയും അതുതന്നെയാണ് നടക്കുക. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്നൊരു നിമിഷം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. തീർച്ചയായും എനിക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത് നമ്മുടെ എല്ലാ ഭാരതീയരും ഈ ജാതി മത ഭേദമന്യേ നമ്മുടെ യഥാർത്ഥ ഒരു മതേതര സംസ്കാരം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ള മതേതര സംസ്കാരം നമ്മളുള്ളത്. ആ മതേതര സംസ്കാരം നമ്മളിവിടെ കണ്ടു. എല്ലാവരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഒരേ മനസ്സും ഒരേ ചിന്തയോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിന്നു, അതിനെ എതിർത്തു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്നത് ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു സൈനികൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ വേണ്ടി വരും. കാരണം ഈ 90 കാലഘട്ടങ്ങളിൽ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള തീവ്രവാദിത്തങ്ങളും മറ്റുള്ള കാലഘട്ടം നല്ല നടന്നിട്ടുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് 2018-19 സമയങ്ങളിലൊക്കെ ഈ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഈ രാജ്യത്തിന് സൈനികർക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നേരെ തിരിച്ച് ആർട്ടിക്കിൾ 370 എടുത്തതിന് ശേഷം അവരെല്ലാവരും ബോധവാന്മാരായി. എല്ലാവർക്കും ഒരു സ്വന്തമായിട്ട് ഇൻകം കിട്ടുക, വരുമാന സ്രോതസ് ഉണ്ടാക്കുക. നമ്മൾ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നമ്മുടെ രീതി എന്നത് വെറും ജീവിക്കലും മാത്രമല്ല, മറ്റുള്ള എല്ലാവരെയും പോലെയുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നേരെ തിരിച്ച് ഇങ്ങനെ ഒരു ആക്രമണം നടന്നപ്പോൾ ആദ്യം തെരുവിലിറങ്ങിയത് അവിടുത്തെ ജനങ്ങളാണ് തെരുവിലിറങ്ങിയത്. അവിടുത്തെ ഭരണകൂടം, ഇപ്പം നമ്മുടെ ഈ കാശ്മീരിലെ ഭരണകൂടം പോലും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു ഭീകരവാദം ഉണ്ടാവാൻ പാടില്ല, എല്ലാ വിധത്തിലും സപ്പോർട്ട് അതാണ്. പിന്നെ അത് നേരെ മറിച്ച് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്നുള്ള തെളിവിൽ എല്ലാ കക്ഷി രാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സും ഒരേ ചിന്തയോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ വന്നു. അതാണ് ഏറ്റവും വലിയ പവർ. കാരണം നമ്മുടെ രാജ്യം മറ്റുള്ള പോലെയല്ല ഇപ്പോഴുള്ളത്. ഇപ്പം എല്ലാത്തിലും നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് തന്നെ പോകും. അത് എന്ത് സംഭവിച്ചാലും ആ മുന്നോട്ട് പോകുന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതും ഈ ഓപ്പറേഷനും അതിൻ്റെ വിജയവും. അത് വിജയകരമാക്കാൻ സാധിച്ചത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടും ഒരേ മനസ്സിലും ചിന്തയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടാണ്. നന്ദി ശൗര്യാഗ്ര മനീഷ്. ഏതായാലും ഭാരതത്തിൻ്റെ ഒരു മഹത്തായ വിജയം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.